Hello, welcome to Market Discussion of the Day. Today, January 12th, 2025, Monday ആണ് പുതിയൊരു വീക്കാണ്. പുതിയൊരു വീക്കിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ ഫ്രീ ആയിട്ടുള്ള ഫോറക്സ് ട്രേഡിംഗ് കോഴ്സ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാണാവുന്നതാണ്. അതുമാത്രമല്ല, ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആദ്യത്തെ 4 വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. ബാക്കി 6-ാമത്തെയും 7-ാമത്തെയും വീഡിയോ ഞാൻ ഈ ഒരു വീക്കെൻഡോട് കൂടി ചെയ്യാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ അത് നടന്നിട്ടില്ലായിരുന്നു. സോ ഇന്നോ നാളെയായിട്ട് അത് വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡയറക്റ്റ്ലി എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണെന്ന് എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമുക്ക് ഒരുപാട് നമുക്ക് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഓപ്പൺ ആയത് തന്നെ നല്ലൊരു ഗ്യാപ്പ് അപ്പിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൊരു കാര്യം നമുക്ക് കാണാം അല്ലേ. 4509 നിന്ന് സ്റ്റാർട്ട് ചെയ്ത സംഭവം 4520 അവസാനിച്ച്, കഴിഞ്ഞ വെള്ളിയാഴ്ച അവസാനിച്ച് 4520 ഈ ആഴ്ച സ്റ്റാർട്ട് ചെയ്തതല്ലേ. സോ ഇത് അതിനുശേഷം മാർക്കറ്റ് ഒറ്റയടിക്ക് 4601 വരെ മാർക്കറ്റ് പോവുകയും ചെയ്തു. വല്ലാത്തൊരു ഓട്ടമായിരുന്നു. നമ്മളൊക്കെ രാവിലെ ഞാനൊക്കെ എഴുന്നേറ്റ് നോക്കാൻ നേരത്ത് മാർക്കറ്റ് വെറും പെട്ടെന്ന് തന്നെ 4600 ഞാൻ കാണുന്നത് മാർക്കറ്റിനെ. ഓക്കെ, സോ അത് വല്ലാത്തൊരു ഓട്ടമാണ്. ഇതിനകത്ത് എനിക്ക് പറയാനായിട്ടുള്ള, നമ്മളെപ്പോഴും ഗോൾഡിനെ കുറിച്ചുള്ള ഡിസ്കഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും സെല്ല് പറയാറില്ല. നിങ്ങൾ പല ആൾക്കാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ. സോ നമ്മൾ ബൈ മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ അത് മാത്രമല്ല, കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോൺ ഫാം പേറോളായിരുന്നു വെള്ളിയാഴ്ച. നോൺ ഫാം പേറോളിൻ്റെ ന്യൂസ് വന്നിട്ട് മാർക്കറ്റ് ഏത് ഡയറക്ഷനിലോട്ട് പോകുന്നു ആ ഒരു ഡയറക്ഷൻ ആയിരിക്കും തിങ്കളാഴ്ച മോസ്റ്റ് പ്രോബബ്ലി നിൽക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. സോ അതേ ഡയറക്ഷനിൽ തന്നെയാണ് മാർക്കറ്റ് പോയത് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. വെറും 2-3 മണിക്കൂർ കൊണ്ടിട്ട് തന്നെ, 2 മണിക്കൂറത്തെ ക്യാൻഡിൽ കൊണ്ടിട്ട് ഓൾമോസ്റ്റ് 509 അവസാനിച്ച മാർക്കറ്റ് 600 വരെ 2 മണിക്കൂർ കൊണ്ട് എത്തിപ്പെടുകയുണ്ടായി എന്നുള്ളൊരു ഭയങ്കര വലിയൊരു കാര്യമാണ്. ഓക്കെ, സോ ഇതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയാനായിട്ടുള്ളത്, കാരണം പല ആൾക്കാരും സെല്ല് ചെയ്യുന്നുണ്ട് മാർക്കറ്റ്. ഓക്കെ, സെല്ല് ചെയ്യുന്നുണ്ട്, തെറ്റൊന്നുമില്ല. ഒരു ഇൻട്രാഡേ ബേസിസിൽ ചെറിയ ഒരു $10 ടേക്ക് പ്രോഫിറ്റ് എടുത്ത് മാറുന്ന ആൾക്കാർക്കൊക്കെ സെല്ല് ചെയ്യാം. പക്ഷേ ഒരു ലോങ്ങർ ടേമിലോട്ട് അല്ലെങ്കിൽ ഒരു വലിയൊരു പൊസിഷണൽ ബേസ്ഡ് ട്രേഡേഴ്സിനൊക്കെ ഈ പറയുന്ന സെല്ലിലോട്ട് പോവാതിരിക്കുന്നതായിരിക്കും ബെറ്റർ എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ട്. ഇത് എൻ്റെ ഞാൻ നേരത്തെ ചെയ്തൊരു വീഡിയോ ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. പൈസ ലൂസ് ആവുന്നതിന്റെ മെയിൻ റീസൺ എന്താ വെച്ചാൽ ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുമ്പോഴാണ്. സോ മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ അവിടുന്ന് സെല്ല് ചെയ്യുകയും മാർക്കറ്റ് താഴോട്ട് വരുമ്പോൾ അവിടുന്ന് ബൈ ചെയ്യുകയും ചെയ്യുന്നു. ജസ്റ്റ് ക്യാച്ച് ദ മാർക്കറ്റ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ മാർക്കറ്റ് നമ്മളെക്കാട്ടിലൊക്കെ ഒരുപാട് വലുതാണ്. സോ മാർക്കറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുമ്പോൾ എന്ത് പറ്റും? നമ്മൾ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് മില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഡോളേഴ്സിന് എഗെയിൻസ്റ്റ് ആണ്. സോ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ക്യാപിറ്റൽ ഫുൾ ആയിട്ട് അടിച്ചു പോകാനായിട്ടുള്ള പോസിബിലിറ്റിയും വളരെ കൂടുതലാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മാർക്കറ്റ് അപ് ട്രെൻഡിലാണോ ഡൗൺ ട്രെൻഡിലാണോ എന്ന് മനസ്സിലാക്കുക. അപ് ട്രെൻഡിലാണെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഹയർ ഹൈസിലും, ഡൗൺ ട്രെൻഡിലാണെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ലോവർ ലോസിലുമാണ്. നമ്മൾ ഒരു കാരണവശാലും മാർക്കറ്റിന്റെ അപ് സൈഡും ഡൗൺ സൈഡും പ്രെഡിക്റ്റ് ചെയ്യാൻ നിൽക്കാതിരിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രെൻഡ് മനസ്സിലാക്കുക ആൻഡ് ജസ്റ്റ് ഫോളോ ദ ട്രെൻഡ്. ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട്. താങ്ക് യു സോ മച്ച്. ഫോളോ ദ ട്രെൻഡ്. സോ ഇത് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ കാണിക്കാനായിട്ടുള്ള റീസൺ എന്താ വെച്ചാൽ, പല ആൾക്കാരും നമുക്കറിയാം, ഡൊണാൾഡ് ട്രംപ് വന്ന സമയത്ത് ഓൾമോസ്റ്റ് 2600 ഈ ഒരു ജാനുവരി കഴിഞ്ഞ ഒരു വർഷം മുന്നേ, ഓക്കെ, 2600 നിന്ന മാർക്കറ്റാണ് ഇപ്പോൾ 4600 നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. $2000 മൂവ്മെൻ്റാണ് കഴിഞ്ഞ ഒരു വർഷത്തിൽ നടന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഗോൾഡ് വന്നതിന് ശേഷം വെറും ഇത്രയും വർഷങ്ങളായിട്ട് അത് $2000 വരെയായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു $2000 മൂവ്മെൻറ്റ് കഴിഞ്ഞ ഒരു വർഷത്തിൽ നടന്നു എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ ഒരു വർഷത്തെ മൂവ്മെൻറ്റ് എത്ര വലുതാണ് എന്നുള്ളൊരു കാര്യം നമ്മളെല്ലാവരും വിലയിരുത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഗോൾഡിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഗോൾഡിൻ്റെ ആ ഒരു ട്രെൻഡ്. ഓക്കെ, നമുക്ക് അടുത്ത ഡൊണാൾഡ് ട്രംപ് ഭരിക്കുന്നിടത്തോളം നമുക്ക് ഈ ഒരു അപ് ട്രെൻഡ് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. അതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കാതിരിക്കുക. ഓക്കെ, ഇതാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനായിട്ടുള്ള കാര്യം. നമുക്ക് ഒരു റീട്രേസ്മെൻറ്റ് കിട്ടുന്ന സമയത്ത് അവിടുന്ന് ബൈ ചെയ്ത് പോകുന്നതായിരിക്കും എല്ലാ ട്രേഡേഴ്സിനും നല്ലത് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോയിട്ട് നമുക്ക് ഈ ഒരു വീക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഫോളോ ദ ട്രെൻഡ് ആൻഡ് ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട്. ഓക്കെ, സോ ഇതേപോലത്തുള്ള യൂട്യൂബ് വീഡിയോസ് ഞാൻ എൻ്റെ റീൽസ് ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ചെയ്യുന്നുണ്ട്. എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ
എന്താ പറയുക നമ്മുടെ അതിൻ്റെ ലിങ്കും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കയറി ഫോളോ ചെയ്യാവുന്നതാണെന്ന് കൂടെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമുക്ക് കഴിഞ്ഞ ആഴ്ച US വെനൻസുലയെ അറ്റാക്ക് ചെയ്യുകയും അവിടുത്തെ പ്രസിഡൻറ്റിനെ എന്താ പറയുക തട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു അല്ലേ. സോ ഈ ഒരു ന്യൂസ് നമ്മൾ കേട്ടു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളൊരു ന്യൂസായിരുന്നു. മാർക്കറ്റിനെ അത് വല്ലാത്ത രീതിയിൽ അഫക്റ്റ് ചെയ്തു. ഓക്കെ, സോ 4300 നിന്ന മാർക്കറ്റ് ഒരാഴ്ച കൊണ്ടിട്ട് 4600 വരെ, ഓൾമോസ്റ്റ് $300 3000 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് കഴിഞ്ഞ ഒരാഴ്ച സംഭവിച്ചു. ഓക്കെ, സോ അത് US വെനൻസുലയായിട്ടുള്ളൊരു പ്രശ്നം കൊണ്ടിട്ടല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചതാണ്. കാരണം ഇവിടെ ഒരു വാർ സാഹചര്യമില്ല. കാരണം വെനൻസുല ഒരിക്കലും US അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ. പക്ഷേ അതിനെ ബന്ധപ്പെടുത്തുന്ന കുറേ കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഗ്രീൻലാൻഡിന് അതിനുശേഷം US നമ്മുടെ വെനൻസുലൻ പ്രസിഡൻറ്റിനെ എന്താ പറയുക തട്ടിക്കൊണ്ടുപോയതിനു ശേഷം ഗ്രീൻലാൻഡിന് താക്കീത് കൊടുക്കുകയും അതേപോലെ കൊളംബിയ, ക്യൂബ പോലത്തുള്ള രാജ്യങ്ങൾക്ക് താക്കീത് കൊടുക്കുകയും ചെയ്തു അല്ലേ. സോ ഇറാന് താക്കീത് എടുക്കുകയുണ്ടായി. സോ ബേസിക്കലി മിനറൽസ് അല്ലെങ്കിൽ ഓയിലുള്ള രാജ്യങ്ങൾക്ക് ഇതേപോലെ താക്കീത് കൊടുത്തു എന്നുള്ള ഒരു കാര്യം വളരെ വലിയൊരു അൺസർട്ടനിറ്റി ഉണ്ടാക്കി. സോ അതിന് ബന്ധപ്പെടുത്തി നമ്മുടെ റഷ്യയും ചൈനയും നോർത്ത് കൊറിയ പോലത്തുള്ള രാജ്യങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു. US ചെയ്തത് ശരിയായിട്ടില്ല എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതേപോലെ US റഷ്യയുടെ കപ്പൽ പിടിച്ചെടുത്തു എന്നൊക്കെയുള്ള ഒരുപാട് അൺസർട്ടൻ ന്യൂസുകൾ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഈ ഒരു പർട്ടിക്കുലർ സാഹചര്യത്തിൽ നമുക്ക് വേൾഡിൽ ഭയങ്കരമായൊരു വലിയ ഒരു അൺസർട്ടനിറ്റി. ഓക്കെ, ഇതൊരു റഷ്യ ഉക്രൈൻ വാർ പോലത്തുള്ള അൺസർട്ടനിറ്റി അല്ല, അല്ലെങ്കിൽ നമ്മുടെ ഹമാസ് ഇസ്രയേൽ വാർ പോലൊരു അൺസർട്ടനിറ്റി അല്ല. അതിലും വലിയ സാമ്പത്തികമായിട്ടുള്ള അൺസർട്ടനിറ്റി വേൾഡിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഇതൊരു സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമുള്ള ഏറ്റവും വലിയൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു എന്താ പറയുക കോൾഡ് വാർ എന്നൊക്കെ പറയാം. സാമ്പത്തികമായിട്ടുള്ള കോൾഡ് വാർ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടിട്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം നമ്മളുടെ ഫോറക്സ് മാർക്കറ്റിനെ, പ്രത്യേകിച്ച് നമ്മളുടെ ഗോൾഡിൻ്റെ പ്രൈസിനെ മുകളിലോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു കാര്യം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി പോകണം. ഓക്കെ, സോ അതിനെ ബന്ധപ്പെടുത്തി യൂറോപ്യൻ ലീഡേഴ്സിൻ്റെ പല സ്റ്റേറ്റ്മെൻറ്റ്സും ഇന്ന് US സെഷനിൽ വരാനായിട്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ US സെഷനിൽ മാർക്കറ്റിലോട്ട് ഇറങ്ങുക എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ അതിൻ്റെ കൂടെ തന്നെ പല രീതിയിലുള്ള US കാനഡയായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ. ഓക്കെ, ട്രംപിന് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ എതിർപ്പുകൾ ഉണ്ടാവുന്ന സാഹചര്യം. ഓക്കെ, അതേപോലെ തന്നെ നമ്മളുടെ ഗ്രീൻലാൻഡിനെ എന്തെങ്കിലും സാഹചര്യത്തിൽ US അറ്റാക്ക് ചെയ്താൽ നാറ്റോ വരെ പിരിഞ്ഞു പോകാനായിട്ടുള്ള സാഹചര്യങ്ങൾ. സോ അങ്ങനത്തുള്ള പല സാഹചര്യങ്ങളിൽ വേൾഡിൻ്റെ ഒരു റീഅലൈൻമെൻറ്റിനെ കുറിച്ച് റീഅലൈൻമെൻറ്റ് ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് നമ്മളുടെ പൊളിറ്റിക്കൽ സിസ്റ്റം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ന്യൂസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ അതിനകത്തൊക്കെ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. ഈ അപ്ഡേഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ട്രേഡിനകത്ത് നിന്ന് മാറി നിൽക്കാനല്ല, ഉറപ്പായിട്ടും നമുക്ക് നല്ല അവസരങ്ങൾ കിട്ടാൻ നേരത്ത് ഉറപ്പായിട്ടും അവസരങ്ങൾ എടുത്തു പോകണം. പക്ഷേ ഞാനിത് പറയുന്നത് നമ്മൾ ഒരു കാരണവശാലും റിസ്ക് മാനേജ് ചെയ്യാതെ ട്രേഡിലോട്ട് ഇറങ്ങരുത് എന്നുള്ളൊരു കാര്യമാണ് എനിക്കിതിലൂടെ പറഞ്ഞു പോകാനായിട്ടുള്ളത്. നമ്മുടെ ലെവൽസിലോട്ട് മാർക്കറ്റ് വീണ് കിട്ടിയാൽ ഉറപ്പായിട്ട് നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് അല്ലെങ്കിൽ സെല്ല് ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. പക്ഷേ പ്രോപ്പറായിട്ടുള്ള സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റും ഡിഫൈൻ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു എന്താ പറയുക ട്രേഡ് എടുക്കാൻ എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡിൽ തന്നെ നമുക്ക് എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ട് എന്തൊക്കെയാണ് ഈ ആഴ്ചത്തെ ന്യൂസുകൾ എന്നുള്ളൊരു കാര്യം നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞു പോകാം. കാരണം ഇന്ന് തിങ്കളാഴ്ചയാണ്. ഓക്കെ, സോ ഇന്ന് നമുക്ക് കംപ്ലീറ്റ്ലി ഒരു ടെക്നിക്കൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോകാം. പക്ഷേ നാളെ നമുക്ക് CPIയുടെ ന്യൂസ് ഉണ്ട്. വൈകുന്നേരം 7 മണിക്കാണ് CPIയുടെ ന്യൂസ് വരുന്നത്. US നിന്ന് വരുന്ന CPIയുടെ ന്യൂസാണ്. ഓക്കെ, സോ അതിൻ്റെ പിറ്റേന്ന് ബുധനാഴ്ച നമുക്ക് റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് വരുന്നുണ്ട്. ഓക്കെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് കേട്ടോ. അതും വൈകുന്നേരം 7 മണിക്കാണ് റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ്. വ്യാഴാഴ്ച നമുക്ക് GBPയെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്ന GDP അനൗൺസ്മെൻറ്റ്, GDPയുടെ ന്യൂസ് വരുന്നുണ്ട്. ഉച്ചയ്ക്ക് 12:30 മണിക്കാണ് UK എന്ന ആ പർട്ടിക്കുലർ ന്യൂസ് വരുന്നത്. അതേപോലെ തന്നെ എല്ലാ വ്യാഴാഴ്ചയും വരുന്ന അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിംസിൻ്റെ ന്യൂസും നമുക്ക് വ്യാഴാഴ്ച വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കിക്കാണാം അല്ലേ. സോ അതിനുശേഷം നമുക്ക് ജാനുവരി 16 നമുക്കൊരു ടെക്നിക്കൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം.
ഓക്കെ, സോ ഇതാണ് നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട ന്യൂസുകൾ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. റീറ്റെയിൽ സെയിൽസും CPIയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളാണ് എന്ന് നമ്മൾ പണ്ട് മുതലേ പറയുന്ന കാര്യമാണ് അല്ലേ. സോ അത് മാറി നിൽക്കണം എന്നുള്ളതല്ല, നമ്മളുടെ ലെവൽസിൽ വന്ന കച്ചവടം ചെയ്യണം. പക്ഷേ എന്നിരുന്നാലും ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഓക്കെ ഈ റീറ്റെയിൽ സെയിൽസും CPIയുടെ ന്യൂസും അതേപോലെ GDP അനൗൺസ്മെൻറ്റിൻ്റെ ന്യൂസുകളൊക്കെ വരുന്ന സമയത്ത് ഒരു 1-2 മണിക്കൂർ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളൊരു കാര്യം മാത്രമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. നേരെ നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ ഇന്ന് നമുക്ക് USD JPYയിലോട്ട് പോകാം. USD JPY കഴിഞ്ഞ ആഴ്ച 157.12 ഇന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. ഓൾ ടൈം ഹൈയിലൊക്കെ ഓൾ ടൈം അല്ല, ഒരു ഹൈയിലൊക്കെ പോയിട്ടുണ്ട്. നമുക്കറിയാം JPYയുടെ ഓൾ ടൈം ഹൈ 162 അതിൻ്റെ ഓൾമോസ്റ്റ് അടുത്ത് നിൽക്കുന്ന ഒരു സമയമാണ് 158. ഇനി ഒരു 400 പിപ്പും കൂടെ മുകളിലോട്ട് പോയാൽ ഉറപ്പായിട്ട് നമ്മളുടെ ഓൾ ടൈം ഹൈയിലോട്ട് USD JPY എത്തും എന്നുള്ളൊരു കാര്യം നമുക്കറിയാം അല്ലേ. സോ USD JPY സംബന്ധിച്ചിടത്തോളം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ നമുക്ക് നല്ലൊരു ബൈ എൻട്രി 156 നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച 156 വന്നിട്ടുള്ള എല്ലാ ആൾക്കാരും വാങ്ങാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 156.10 വരെയൊക്കെ മാർക്കറ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ജാനുവരി 5-ാം തീയതി. ഓക്കെ, സോ അവിടുന്ന് ബൈ ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ഓൾമോസ്റ്റ് നല്ല രീതിയിലുള്ള ഒരു 200 പിപ്പിൻ്റെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം വളരെ സന്തോഷപരമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഒരു ദിവസത്തേക്കല്ല ഞാൻ പറയുന്നത്, ഒരു 3-4 ദിവസം നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോഴായിരിക്കും ഇങ്ങനത്തുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ട്രേഡിലോട്ട് ഇറങ്ങാനായിട്ട്. ഓക്കെ, സോ ഇന്ന് എന്താണ് ഓപ്പർച്യൂണിറ്റി എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ നമുക്ക് എല്ലാ ക്യാൻഡിൽസും 157 മുകളിലായിട്ടാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തത്. സോ അതുകൊണ്ടിട്ട് തന്നെ 157 അവിടെ നിന്ന് ബൈ ചെയ്യാനായിട്ട് എനിക്ക് റെക്കമെൻഡേഷൻ ഇല്ല. 157 അടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം. ഇല്ലാത്ത പക്ഷം നമുക്ക് 156 തന്നെ വീണ്ടും കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ബൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇന്ന് രാത്രി മാർക്കറ്റ് അവസാനിക്കുന്നത് 158 മുകളിലാണ്. ഓക്കെ, നാളെ രാവിലെ ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്ക് 158 മുകളിലാണ് എങ്കിൽ നമുക്ക് അവിടെ നിന്ന് ബൈ ചെയ്തുകൊണ്ട് USD JPY സ്റ്റാർട്ട് ചെയ്യാം. ഇല്ലാത്ത പക്ഷം നമുക്ക് മാർക്കറ്റ് റീട്രേസ് ചെയ്ത് കിട്ടി 156 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ബൈ ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് USD JPYയിൽ പറഞ്ഞു തരാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നേരെ നമ്മളുടെ യൂറോയിലോട്ട് വരുമ്പോൾ 1.1677 നിൽക്കുന്നു മാർക്കറ്റ്. നമുക്ക് നേരത്തെ രാവിലെ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു 1.6100 1.600 അടുത്ത് കിട്ടുകയാണെങ്കിൽ ബൈ ചെയ്യണമെന്ന്. 1.600 എന്ന് പറയുന്ന ആ ഒരു 1.1600 എന്ന് പറയുന്ന പർട്ടിക്കുലർ പോയിന്റ് ഒരിക്കലും വന്ന് ഇന്ന വരച്ച വരയിൽ വന്ന് നിൽക്കില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. സോ രാവിലെ തന്നെ 1.1600 അവിടെ നിന്ന് ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർ നല്ല രീതിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രോഫിറ്റ് ഉണ്ട്. ആ ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറി നിൽക്കുക. ഓക്കെ, യൂറോയിൽ നിന്ന് മാറിയിരിക്കുക. കാരണം യൂറോപ്യൻ ലീഡേഴ്സിൻ്റെ പല ആൾക്കാരുടെയും എന്താ പറയുക സ്പീച്ചസ് നമുക്ക് ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് അല്ലേ. സോ അതുകൊണ്ടിട്ട് അതിന് മുന്നേ ആയിട്ട് മാറി നിൽക്കുക എന്നൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. നേരെ നമ്മൾ GBP USDയിലോട്ട് വരുമ്പോൾ GBP 1.3408 നിൽക്കുന്നു. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ് 1.34 NFP ടൈം നോൺ ഫാം പേറോൾ വരുന്ന സമയത്താണെങ്കിലും 1.3400 കിട്ടുകയാണെങ്കിൽ അവിടുന്ന് ബൈ ചെയ്തോളാനായിട്ട് ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർ ഓൾമോസ്റ്റ് 40 വിപ്പിൻ്റെ പ്രോഫിറ്റിലാണുള്ളത്. ഞാനും അവിടുന്ന് ബൈ എടുത്തിട്ടുണ്ട്. ഓക്കെ, നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റിൽ ഞാനും നിൽക്കുന്നു. 1:1.5 റേഷ്യോയിൽ ടേക്ക് പ്രോഫിറ്റ് ഇടുക. 1.3400 അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 1.3340 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വൈഡൻ ചെയ്തിടാനായിട്ട് സാധിക്കും. അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. കാരണം ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം, നമ്മളുടെ സ്റ്റാർ ട്രേഡർ ബ്രോക്കറിൽ ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കർ സ്റ്റാർ ട്രേഡറാണ്. സോ സ്റ്റാർ ട്രേഡറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് എല്ലാ രീതിയിലുള്ള റെഗുലേഷൻസും UK ബേസ് ചെയ്തിട്ടുള്ള FCയുടെ റെഗുലേഷൻ, UAE ബേസ് ചെയ്തിട്ടുള്ള സ്കാഡ റെഗുലേഷൻ, ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ടുള്ള ASICയുടെ റെഗുലേഷൻ ഉള്ളൊരു ബ്രോക്കറാണ്. അവരുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ അവരുടെ ബോണസ് പ്രോഗ്രാമാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ അവർ $1,500 50% ബോണസും ടോട്ടൽ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20% ബോണസും തരുന്നുണ്ട്. അതായത് 1000 ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് $1,350 ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, $10,000 ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് $12,250 ട്രേഡ് ചെയ്യാൻ പറ്റും അല്ലേ. സോ ഈ ഒരു കിട്ടുന്ന ബോണസ് നമ്മൾ എപ്പോഴും GBP USDയിൽ അലോക്കേറ്റ് ചെയ്യാനായിട്ട് ഫോർ എ ലോങ്ങർ ടേം GBP USDയിൽ അലോക്കേറ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത് അല്ലേ. സോ ഇപ്പോഴും എനിക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഒരു 20% നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ബോണസ് ഉറപ്പായിട്ടും GBP USDയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അത് ഒരു ലോങ്ങർ ടേമിലോട്ട് നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ വിത്തിൻ 6 months നമുക്ക് GBP USD 1.3400 എന്നുള്ളത് നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് 1.400 മുകളിലായിരിക്കും.
ഓക്കെ, സോ അങ്ങനെ നമുക്കൊരു ലോങ്ങർ ടേമിലോട്ട് ഒരു സ്വിംഗ് ട്രേഡിംഗ് നമുക്ക് GBP/USD ചെയ്യാനായിട്ട് പറ്റും. അത് ചെയ്യാനായിട്ട് എനിക്കറിയാം നിങ്ങൾക്ക് സ്വാപ്പ് ഫ്രീ അക്കൗണ്ട്സ് വേണം. ഓക്കെ, സോ നിങ്ങൾക്ക് സ്റ്റാർട്ട് റേറ്റിൽ സ്വാപ്പ് ഫ്രീ അക്കൗണ്ട്സും തുടങ്ങാവുന്നതാണ്. പക്ഷേ സ്വാപ്പ് ഫ്രീ അക്കൗണ്ട്സിൽ ചിലപ്പോൾ ഈ ബോണസുകൾ എത്രമാത്രം ഉണ്ടാകും എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഓക്കെ, സ്വാപ്പ് ഫ്രീ അല്ലെങ്കിൽ നമുക്ക് 14 ദിവസത്തേക്ക് മാത്രമാണ് ഈ സ്വാപ്പ് ഫ്രീ അക്കൗണ്ട് കമ്പനി കൊടുക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ നമ്മുടെ GBP/USD ഇന്നത്തെ ഓപ്പർച്യൂണിറ്റി 1.3400 അവിടെ വീണ് കിട്ടിയാൽ അവിടെ നിന്നുള്ളൊരു ബൈ ലോങ്ങർ ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ചെയ്യേണ്ട ആൾക്കാർക്ക് 1.3300 1.3200 എന്നൊക്കെ ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാമെന്നെടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, നേരെ നമ്മളുടെ ഗോൾഡിലോട്ട് വരാം. ഗോൾഡ് 4581 നിൽക്കുന്നു. 4560 എന്ന് പറയുന്ന റേഞ്ചിൽ വീണ് കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ബൈ എൻട്രിയാണ് നമുക്ക് US സെഷന് മുന്നേ ആയിട്ട് ക്ലോസ് ചെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ എനിക്ക് പറയാനായിട്ടുള്ളത് 4560 അവിടെ നിന്നുള്ളൊരു ബൈ മാത്രമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. US സെഷന് മുന്നേ ആയിട്ട് മാറി നിൽക്കുക എന്നുള്ളൊരു കാര്യമാണ്. 4560 അവിടെ നിന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 4580 അവിടെ എങ്കിലും ടേക്ക് പ്രോഫിറ്റ് വെക്കണം. 4554 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസും വെക്കണം. ഓക്കെ, സോ ഇത് ടൈറ്റ് ആണെന്ന് എനിക്കറിയാം. ടൈറ്റായിട്ട് തന്നെ വെച്ചാലും മതിയാവും. ഓക്കെ, വൈഡൻ ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. ഇല്ലെങ്കിൽ ഒരു $10 സ്റ്റോപ്പ് ലോസും ഒരു $20 ടേക്ക് പ്രോഫിറ്റും 1:2 റേഷ്യോയിൽ നമുക്ക് സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റും വെച്ച് മുന്നോട്ട് പോവുകയും ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ അല്ലെങ്കിൽ എല്ലാത്ത പക്ഷേ ഒരു ലോങ്ങർ ടേമിൽ നമുക്ക് നല്ല രീതിയിൽ താഴെ വീണ് കിട്ടിയാൽ മാത്രമേ നമുക്കൊരു ബൈ എൻട്രി ഉള്ളൂ. 3400 റേഞ്ചിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് 100% ഉറപ്പായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.